റിനോവേഷന്റെ ഡിസൈൻ ആണെങ്കിലും ഇന്റീരിയറിന്റെ ഡിസൈൻ ആണെങ്കിലും ബേസിക് പാറ്റേൺസ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് വാക്ക് വേസ് എങ്ങനെ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഈ കിച്ചന്റെ കേസ് എടുത്താൽ കിച്ചണിന് നമ്മൾ പാരലൽ കിച്ചൺ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ കൗണ്ടർ, യു ഷേപ്പിലുള്ള കിച്ചൺ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ 3 സൈഡിൽ കൗണ്ടർ. ഈ കിച്ചണിൽ 3 സൈഡല്ല 4 സൈഡിലെ കൗണ്ടർ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെയും ഉണ്ട്. എന്താ കേസ്? നടപ്പുഴി എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോവാണ്. ബാക്കിയുള്ള എൻറ്റയർ സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും രസകരമായിട്ട് കിച്ചണൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മൾ പ്ലാനിങ് സംബന്ധിച്ച് പറയുന്നത് കിച്ചന്റെ പ്ലാനിങ് മാത്രമല്ല കേട്ടോ, എല്ലായിടത്തെയും പ്ലാനിങ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കേസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയാം റിപ്പയർ കൊച്ചിയുടെ ഡിസൈൻസിൽ ഒരു സ്ഥലത്ത് തന്നെ കോറിഡോർസ് ഒന്നും കാണില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ കോറിഡോർ എന്ന് പറയുന്നത് ജസ്റ്റ് നടക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണെന്നോ. അങ്ങനെ ഒരു കോറിഡോർ വരുന്നത് നമ്മൾ ആ ഒരു കോറിഡോറിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബെഡ്റൂമിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വരുന്ന അത്രയും കോസ്റ്റ് തന്നെ നമ്മളൊരു കോറിഡോറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പയർ കൊച്ചിയുടെ ഡിസൈൻസിൽ ലോങ് വരാന്താസും കുറവായിരിക്കും. എന്താ പറഞ്ഞാൽ ലോങ് വരാന്തയും ഈ പറഞ്ഞ പോലെ തന്നെ എലിവേഷനിൽ ഒരു ഭംഗി ഉണ്ടാക്കുമെങ്കിലും അതൊരു യൂട്ടിലിറ്റി ആംഗിളിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നാത്തതുകൊണ്ടാണ് നമ്മളത് അധികം പ്രൊമോട്ട് ചെയ്യാത്തത്. ഇപ്പൊ ഇവിടെ കിച്ചന്റെ അകത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡൈനിങ് ഇന്ന് ഇങ്ങനെ അടുക്കളയിലേക്ക് വരും, നേരെ ഇങ്ങോട്ട് കിടക്കുകയും ചെയ്യും. അപ്പൊ എന്താ, നമ്മുടെ അടുക്കളയിൽ വെറുതെ നടക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. ഇവിടെ വന്നു നേരെ ഇങ്ങോട്ട് കടന്നു പോയി. അപ്പൊ ബാക്കി സാധാരണ കിച്ചണില് നമുക്ക് 2 സൈഡിൽ കൗണ്ടറായിട്ട് പാരലൽ കിച്ചൺ കിട്ടാറുണ്ട്. ചില സമയത്ത് 3 സൈഡിൽ കൗണ്ടറായിട്ട് യു ഷേപ്പിലുള്ള കിച്ചൺ കിട്ടാറുണ്ട്. ഇവിടെ ഈ സൈഡിൽ കൗണ്ടർ ഉണ്ട്, ഇവിടെ കൗണ്ടർ ഉണ്ട്, ഇവിടെ കൗണ്ടർ ഉണ്ട്, ഇൻ അഡീഷൻ ഇങ്ങോട്ടും ഉണ്ട് കൗണ്ടർ. എന്ന് പറഞ്ഞാൽ യു ഷേപ്പിനേക്കാൾ കൂടുതൽ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടുന്ന ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെയാണ് റിബൺ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഈ റിബൺ വിൻഡോസ് കൊടുക്കുമ്പോൾ ലൈറ്റിന്റെ കുറവ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതിന് ഹൈറ്റ് കുറവല്ലേ ഉള്ളൂ. ആ സമയത്ത് ക്യാബിനറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെയും അവിടെയും നമ്മൾ റിബൺ വിൻഡോസ് കൊടുക്കുന്നു. ഈ വിൻഡോയിൽ കൂടെ നമുക്ക് ഗേറ്റ് കാണാനും ആ വിൻഡോയിൽ കൂടെ നമുക്ക് സിറ്റ് ഔട്ടിൽ ഉള്ള ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ കാണാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം കൂടി കിട്ടും. ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ സ്മൂത്ത് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഡിസൈനിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബാറ്റിൽ ഡ്രിൽ. ഈ ഭാഗത്ത് നമ്മൾ കിച്ചണാ വരുന്നത്. ഇവിടെ ഒരു തറ വെക്കണുണ്ട. ഇത് ആക്ച്വലി പഴയ ചിമ്മിനിയുടെ തറയെ അങ്ങനെ തന്നെ നിർത്തിയതാ. ഇതിന്റെ മുകളിലേക്കുള്ള മുഴുവൻ നമ്മൾ പൊളിച്ചു കളഞ്ഞ സ്ട്രക്ചറിൽ അത് വീക്കായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എലിവേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എസ്തെറ്റിക്സ് അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ആ പഴയ തറയെ നിലനിർത്തി അതിന്റെ മുകളിൽ ഇവിടെ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് അത്യാവശ്യം ഇവിടെ ഒരു സീറ്റിംഗ് ഒക്കെ ആയിട്ട്, അതായത് മുറ്റത്തിൽ ഇരുന്ന് വർത്താനം കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇരിക്കാലോ, അതിനുള്ള സൗകര്യമായി കൊടുത്ത്. അതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ അടുക്കളയിൽ നിന്ന് കാണുന്ന ഒരു വിൻഡോ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഗേറ്റിന്റെ അവിടേക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ സിറ്റ് ഔട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അടുക്കളയിൽ നിന്ന് കാണാൻ പറ്റണം. അടുക്കളയിൽ ഇന്റീരിയറിലാണെങ്കിൽ ഈ 2 വിൻഡോ ഉള്ളതുകൊണ്ട് റിബൺ വിൻഡോസ് ആകുമ്പോൾ അതിന് വലിപ്പം കുറവാണ്. ആ റിബൺ വിൻഡോസ് അടുക്കളയുടെ ഇന്റീരിയറിൽ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിത് ടിൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അകത്തേക്ക് കാണാനൊന്നും പറ്റില്ല. റിബൺ വിൻഡോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, റിബൺ വിൻഡോയ്ക്ക് വലിപ്പം കുറവാണ്, ഹൈറ്റ് കുറവും നീളം കൂടുതലുമാണ്. അത് ഇന്റീരിയറിൽ നമുക്ക് നല്ല ഭംഗിയാണ്, പക്ഷേ ചെറുതായതുകൊണ്ട് വെളിച്ചക്കുറവില്ലേ. അപ്പൊ ആ വെളിച്ചക്കുറവിന്റെ പ്രശ്നം തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണം കൂട്ടി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ 2 വാളിലും നമുക്ക് റിബൺ വിൻഡോ കൊടുക്കാൻ പറ്റും. ഇന്റീരിയറിനെ കുറിച്ചും കൂടി ആലോചിക്കാതെ നമുക്ക് ഒരിക്കലും ബിൽഡിങ്ങിന്റെ പ്ലാനിംഗ് സ്റ്റേജ് തീർക്കാൻ പറ്റില്ല. വാസ്തുപരമായി നോക്കുമ്പോൾ നമ്മുടെ സൈറ്റിൽ നമുക്ക് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചൺ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ആൻഡ് ഹോബും കാര്യങ്ങളൊക്കെ ഈ ഒരു വോളിലാണ് വരുന്നത്. ഈ ഒരു വോൾ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 പാളിയുടെ ജനൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് കാണും, ഒരു പാളി ഫ്രണ്ട് എലിവേഷനിൽ കൊടുത്താൽ അതൊരു ഭംഗിയായിരിക്കുമോ എന്ന്. അപ്പോൾ അങ്ങനെ വരുന്നതിനകത്താണ് നമ്മൾ ഇതുപോലെ ഒരു ടെസ്റ്റർ വർക്കും ഒരു ഡിസൈനും കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ ആ എലിവേഷനിൽ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഓപ്പൺ കിച്ചൺ എല്ലാ വീട്ടിലും ഒരു നല്ല വർക്ക് ഏരിയ വേണം. കിച്ചൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചില പ്രത്യേക സ്വാതന്ത്ര്യങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് ഏരിയ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓപ്പൺ കിച്ചണിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ചില സ്വാതന്ത്ര്യങ്ങൾക്ക് അതിന് പരിമിതിയുണ്ട്. നമുക്ക് 2 പാത്രം വലിച്ചു വാരി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഭംഗിയായിട്ട് സിങ്ക് വെച്ചിട്ടുണ്ട്, നല്ല വലിയ സിങ്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് കിച്ചന്റെ ഡിസൈൻ്റെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ചിമ്മിനി വെക്കും. ഇലക്ട്രിക് ചിമ്മിനി വെക്കുന്നിടത്ത് നമ്മൾ വിൻഡോ വരാൻ പാടില്ല. അവിടെ അങ്ങനെ വിൻഡോ വരാതിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒറ്റപ്പാളി ജനല കിട്ടണം. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ഒറ്റപ്പാളി ജനല. ഇങ്ങനെയുള്ള ഒറ്റപ്പാളി ജനലുകൾ ആണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്റീരിയർ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റണം. ഇന്റീരിയർ മാത്രമല്ല, എക്സ്റ്റീരിയറിന്റെ കേസിൽ വരുമ്പോഴും പലപ്പോഴും കസ്റ്റമേഴ്സ് സംബന്ധിച്ചിടത്തോളം വീതി കുറഞ്ഞൊരു ജനല് ഫ്രണ്ടിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊരു പേടിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റും. ഒരു കാരണവശാലും ഇന്റീരിയറിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്റ്റീരിയറിന് വേണ്ടിയിട്ട് ഇവിടെ ചിമ്മിനിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ജനൽ കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല കേട്ടോ. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ചർ.